الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واعبد ربك حتى يأتيك اليقين يا أيها الناس اتقوا الله عباد الله أوصيكم إياي أولا ونفسي بتقوى الله സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണം എന്നാദ്യമായി എന്നോടും അതുപോലെ നിങ്ങളെ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാകാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷവും എന്നാൽ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞതിൻ്റെ സങ്കടവും സമ്മിശ്രമായ ഒരു സന്ദർഭത്തിലാണുള്ളത്. അനുഗ്രഹീതമായ ഒരു മാസത്തെ സ്വീകരിക്കാനും നന്മകൾ നിർവഹിക്കുവാനും ആരാധനകളിൽ സജീവമാകുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. എത്രത്തോളം അത് ഉപയോഗപ്പെടുത്തി എന്ന് നമ്മളൊക്കെയും വിലയിരുത്തുക. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വിതച്ചതായാലും ലാഭം കൊയ്യാൻ സാധ്യമായിട്ടുണ്ട് എങ്കിലും നമ്മുടെ മുമ്പിൽ തിരുത്തുവാനുള്ള റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഇനിയില്ല. പരിപൂർണമായും റമദാൻ നമ്മിൽ നിന്നും നഷ്ടമായിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ നഷ്ടമായി എങ്കിലും റമദാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് അത് മരണമാണ്. മരണത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിക്കുന്നത്. പിന്നീട് പ്രവർത്തനങ്ങൾക്ക് അവസരമില്ല. പരിശുദ്ധ റമദാനിൻ്റെ നഷ്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന മരണത്തിന് മുമ്പേ തിരുത്തുവാനും നികത്തുവാനുമാണ് ഇനിയുള്ള നാളുകൾ നമ്മൾ ശ്രമിക്കേണ്ടത്.
മരണം എപ്പോഴാ പറയാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിലെ ജീവനക്കാർ പറയുന്ന ഒരു അനുഭവമുണ്ട്. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരാൾ മാത്രം ബസ് സ്റ്റാൻഡിലെത്തിയിട്ടും ഇറങ്ങാതെയായപ്പോ സീറ്റിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് തട്ടി വിളിച്ചതാണ്. ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അറിയുന്നില്ല, കൂടെ ഇരുന്ന മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അടുത്തുള്ളയാൾ വിട പറഞ്ഞ ആ വാർത്ത. ബസ്സിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അവരാരും തിരിച്ചറിഞ്ഞില്ല. സഹോദരങ്ങളെ, ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക്, ഒരു സ്റ്റാൻഡിൽ നിന്ന് അടുത്ത സ്റ്റാൻഡിലേക്കാണ് തന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പോലും സാക്ഷാത്കരിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകിയത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്. മരണം അങ്ങനെയാ, എപ്പോഴാ കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധ റമദാനാണ് വിട പറഞ്ഞത് എങ്കിലും അള്ളാഹു എനിക്ക് ആയുസ് നീട്ടി തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ മരണത്തിന് മുമ്പാണ് നമുക്ക് അള്ളാഹു ആയുസ് നൽകിയ ആ സമയം, ആ അജലെത്തുന്നതിന് മുമ്പേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റമദാനെങ്കിലും. ആ നഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ ഇനിയുള്ള നാളുകൾ എത്രയാണ് എന്നറിയില്ല എങ്കിലും ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിലൊരു പ്രതിജ്ഞയുണ്ടാകണം, അല്ലാഹുവേ, ഈ റമദാൻ നഷ്ടമായി, ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് സത്യമാണ്. പക്ഷേ അള്ളാഹു നൽകിയ ആയുസ് എത്ര കുറഞ്ഞതാണെങ്കിലും അതിനു മുമ്പ് എന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ റമദാനിന് പകരമാക്കി മാറ്റാൻ ഞാൻ പരിശ്രമിക്കുമെന്ന പ്രതിജ്ഞയാണ് ഉണ്ടാകേണ്ടത്. നമുക്കൊക്കെയും അറിയാം ചരിത്രം. മഹാനായ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സ്വഹാബിയാണ്. പല കാരണങ്ങളാൽ ബദർ യുദ്ധത്തിൽ പ്രവാചകന്റെയും അനുചരന്മാരുടെയും കൂടെ കടന്നുപോയി യുദ്ധം ചെയ്യാൻ കഴിയാത്ത അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലാഹുവേ, എനിക്ക് നീ ഒരവസരം നൽകിയാൽ ദീനിനു വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കും, ദീനിനു വേണ്ടി ഞാൻ പൊരുതും, ബദറിന്റെ പകരം ഞാൻ വീട്ടും. ഉഹദിന്റെ രണഭൂമിയിലേക്ക് പ്രവാചകനും അനുചരന്മാരും നടന്നു നീങ്ങുന്ന രംഗമുണ്ട്. നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കുകയല്ല. അവിടെ ആദ്യം മുസ്ലിങ്ങൾക്കായിരുന്നു വിജയം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാരിൽ ചില ആളുകൾ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി ഗനീമത്ത് സ്വത്തുക്കൾ ശേഖരിക്കാൻ താഴെ ഇറങ്ങിയപ്പോ ഇത് വലിയ അവസരമായി കണ്ട് ഖാലിദ് ബിൻ വലീദ്, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം പിറകിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ആക്രമിക്കാൻ കടന്നു വരുന്നു. അപ്രതീക്ഷിതമായ ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ 4 ഭാഗത്തേക്ക് പ്രവാചകനും അനുചരന്മാരും ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഴിയിൽ വീഴുന്നു. പ്രവാചകന്റെ മുൻപല്ല് പൊട്ടിപ്പോകുന്നു, രക്തം ധാരധാരയായി വാർന്നൊലിക്കുന്നു. അതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞിട്ടുണ്ട് എന്ന കിംവദന്തി പരക്കുന്നു. ഇനി ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യണം എന്ന് പോലും സഹാബാ കിറാം ആലോചിച്ചു പോകുന്ന നിമിഷം, സഹോദരങ്ങളെ, ഈ വേളയിലും അങ്ങേയറ്റത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും മഹാനായ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വകവരുത്താൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് താങ്കൾ, എങ്ങോട്ടാണ് ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയുണ്ട്, അതെ, സ്വർഗ്ഗത്തിന്റെ പരിമളമിതാ ആ ഉഹദിന്റെ അപ്പുറത്ത് നിന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യുദ്ധം അവസാനിച്ച് ശാന്തമാകുന്ന വേളയിൽ പ്രവാചകരും സഹാബത്തും തന്റെ കൂടെയുള്ളവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ 80ഓളം വെട്ടുകളും കുത്തുകളും പരിക്കുകളും പറ്റി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഷഹീദായ മഹാനായ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനം അവതീർണമാവുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട്, റിജാലുൻ ചില പുരുഷന്മാരുണ്ട്, സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അല്ലാഹുവിനോട് അവർ എടുത്ത തീരുമാനമുണ്ടല്ലോ, കരാറുണ്ടല്ലോ,
അത് കൃത്യമായി ജീവിതത്തിൽ നിലനിർത്താൻ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അതിന് സാധ്യമായ ചില ആളുകൾ, പുരുഷന്മാർ മുഅ്മിനുകളുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു, ഇനി എനിക്കൊരവസരം ലഭിച്ചാൽ ദീനിനു വേണ്ടി ഞാൻ പൊരുതും. അത് കൃത്യമായി നിർവഹിക്കാൻ, ഉഹുദിന്റെ രണഭൂമിയിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി എങ്കിൽ അഹ്ലൻ റമദാൻ എന്ന പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ നമ്മളൊക്കെയും ചിന്തിച്ചവരാണ്, ഈ റമദാൻ എനിക്കൊരിക്കലും നഷ്ടമാവുകയില്ല എന്ന്. റമദാൻ വിട പറഞ്ഞ ഈ വേളയിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അധികരിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ട്. സഹോദരങ്ങൾ, റമദാൻ വിട പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ചത് കൊണ്ട് ഫലമില്ല. ആ നഷ്ടങ്ങളെ റമദാനിന് ശേഷം വീണ്ടെടുക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മരണത്തിന് മുന്നേ ജീവിതത്തെ നന്നാക്കാൻ, ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. ആ മരണത്തിനപ്പുറം ഇനി നമുക്കൊരു അവസരമില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ ആ ഒരു കാര്യം വരുന്നതിന് മുമ്പേ, അഥവാ മരണം വന്നെത്തുന്നതിന് മുമ്പേ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. റമദാൻ, പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശീലനമായിരുന്നു. റമദാൻ എനിക്ക് മാറാൻ കഴിയും എന്ന് നമ്മെ പഠിപ്പിച്ചതാണ്, ബോധ്യപ്പെടുത്തിയതാണ്. പരിശുദ്ധ റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ പാരായണം ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധ റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ കൃത്യതയോടുകൂടി തറാവീഹിന്, ഖിയാമുൽ ലൈലിന് നമ്മൾ പങ്കെടുക്കുമായിരുന്നില്ല. പരിശുദ്ധ റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രമേൽ സ്വതക്കയിൽ നമ്മൾ മത്സരിക്കുമായിരുന്നില്ല. പരിശുദ്ധ റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുമായിരുന്നില്ല. പരിശുദ്ധ റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇത്രമേൽ മനോഹരമായി ചിട്ടപ്പെടുത്തുമായിരുന്നില്ല. റമദാനിലൂടെ ഇതെല്ലാം എനിക്ക് സാധ്യമാകും എന്ന് ഈ കഴിഞ്ഞ റമദാൻ നമ്മയൊക്കെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങൾ, ആ ചൈതന്യം ജീവിതകാലം മുഴുവനും കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് ഈ കഴിഞ്ഞ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഉണർവായി, വഴിത്തിരിവായി മാറുന്നത്. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയ, നിങ്ങൾ റബ്ബിന്റെ ആളുകളാകണം, റമദാനിന്റെ മാത്രം ആളുകളായി നിങ്ങൾ മാറിക്കൂടാ എന്ന് പഠിപ്പിക്കുമ്പോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ബിഇസൽ ഖൗം, ഒരു ജനവിഭാഗം മോശപ്പെട്ടവരാണ്. എന്താ അവരുടെ പ്രത്യേകത? ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമദാൻ, റമദാൻ ഇല്ലാതെ അവർ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല, അവർ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. റമദാനിൽ മാത്രമായ ആരാധനകൾ, റമദാനിൽ മാത്രമായ പ്രവർത്തനങ്ങൾ, നന്മകൾ അങ്ങനെയായിക്കൂടാ. നമ്മളൊക്കെയും പല ആളുകളും കാത്തിരിക്കാൻ, റമദാൻ ഒന്ന് കഴിയട്ടെ, നീ എന്നോട് കാണിച്ച പകയുണ്ടല്ലോ അതിന് പകരം വീട്ടാൻ. റമദാൻ ഒന്ന് അവസാനിക്കട്ടെ, എന്റെ മനസ്സിലുള്ള ആ നൂറുകണക്കിന് വേദനകൾ ഒന്ന് പുറത്തേക്ക് വലിച്ചിടാൻ റമദാൻ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. സൂക്ഷ്മതയും ശ്രദ്ധയും റമദാനിന് ശേഷവും നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ നന്മകൾ തുടരണം. അലാറങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, അത് അവസാനിപ്പിക്കാനോ ഓഫാക്കുവാനോ ഉള്ളതല്ല, തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളതാകണം. നമസ്കാരത്തിൽ വീണ്ടും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. റമദാനിന് ശേഷം പുതിയ ഒരു നന്മയെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ശീലമാക്കും എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. മിൻ അലാമത്തി ഖബൂലിൽ ഹസനതി അൽ ഹസനതു ബഅദഹ, ഒരു സൽക്കർമ്മം അത് സ്വീകരിക്കപ്പെടുന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ആ സൽക്കർമ്മം നിർവഹിക്കുന്നതിന് ശേഷം മറ്റൊരു സൽക്കർമ്മം കൂടി ചെയ്യാൻ സാധിക്കുക എന്നതാണ്. എല്ലാം അവസാനിപ്പിക്കുവാനുള്ളതല്ല, എല്ലാ നന്മകളും തുടങ്ങുവാനുള്ള ഒരു ഊർജമായി ഈ കഴിഞ്ഞ റമദാൻ നമുക്ക് മാറേണ്ടതുണ്ട്. നമസ്കാരം കൃത്യതയോടുകൂടി നമ്മൾ നിർവഹിച്ചിരുന്നു, ഒരു ജമാഅത്ത് പോലും നഷ്ടമാകാതെ നമ്മൾ മുന്നോട്ട് പോയിരുന്നു റമദാനിൽ. അത് റമദാനിന് ശേഷവും തുടരാൻ നമുക്ക് കഴിയണം. അവിടെയാണ് റമദാൻ നമുക്ക് ഉപകരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും ദീനിയായ സദസ്സുകളും ക്ലാസുകളും റമദാനിനെ പോലെ റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദാനധർമ്മങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, അത് റമദാനിൽ മാത്രം ചുരുങ്ങി ഒതുങ്ങിക്കൂടാ. റമദാനിന് ശേഷവും വേദനിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ വേദനകൾക്ക് വലിയൊരു ആശ്വാസമായി മാറാൻ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ 11 റക്അത്ത് നമ്മൾ
പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചവരാണ്. രാത്രി ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കും എന്നൊരു ശീലമുണ്ടാകണം. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ശീലമാക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ, കൃത്യമായി അത് ജീവിതത്തിൽ പാലിക്കാൻ, തുടരാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറുന്നത്. ഒരുപാട് ചെയ്യുക എന്നതിലല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, കുറഞ്ഞ അളവിലാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ശ്രദ്ധയിലുണ്ടാകണം. അതുപോലെ 29 ദിവസവും നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചവരാണ്. ആ നോമ്പ് കൊണ്ട് നമുക്കൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, ഇത്രയും നാൾ നോമ്പ് അനുഷ്ഠിച്ച നമുക്ക് ഇനിയുള്ള ഒരു 6 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ എന്തു പ്രയാസമാണുള്ളത്? മനസ്സുകൊണ്ടുള്ള ഒരു ഒരുക്കമാണ് ആദ്യം നമ്മിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ശേഷം വരുന്ന 6 നോമ്പ് അതുകൂടി ചേർന്നുകൊണ്ട് നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? മൻ സ്വമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. ആരെങ്കിലും റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം ചേർന്ന് വരുന്ന 6 ദിവസത്തെ നോമ്പും അനുഷ്ഠിച്ചാൽ, ശവ്വാലിലെ 6 നോമ്പും അനുഷ്ഠിച്ചാൽ, കാന കസിയാമിദ് ദഹർ, അവൻ കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചവന് തുല്യനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എത്ര വലിയ ഓഫറാണ്, എത്ര വലിയ പ്രതിഫലമാണ്. മനസ്സുകൊണ്ട് അത് നിർവഹിക്കാനുള്ള ഒരു ചിന്തയുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളും വ്യാഴവും നോമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യാമുൽ ബീദിലെ ഒരു മാസത്തെ 3 ദിവസത്തെ നോമ്പുണ്ട്. അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നുണ്ട്. മുഹറം 9, 10 നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ശഅബാൻ മാസത്തിലെ നോമ്പുകളുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലാർഹമായ ഒരു നന്മയെയും നിസാരമാക്കാതെ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ച തഖ്വ, ആ ഒരു ഊർജം ചോർന്നു പോകാതെ ഇനിയുള്ള നാളുകളിലും സജീവമായി നന്മയിൽ മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മനസ്സും ആരോഗ്യവും നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه وسلم تسليما كثيرا. أما بعد، يا أيها الناس اتقوا الله عباد الله أوصيكم إياي ثانيا ونفسي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സന്തോഷത്തിന്റെ പുഞ്ചിരിയിലും ബോംബേറിന്റെയും ആക്രമണങ്ങളുടെയും ശബ്ദത്താൽ കാതടഞ്ഞുപോയ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവരെ ഓർക്കാതെ ഈ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്നും ഉയരേണ്ടതുണ്ട്. വേദനിക്കുന്ന പിടക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമാകാൻ നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾക്ക് കഴിയുമെന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വേദനിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർക്ക് ആശ്വാസമായി എപ്പോഴും ഈ സന്തോഷത്തിന്റെ വേളയിലും അവരെ മറന്നുപോകാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ചെയ്തു തീർത്ത നന്മകളുടെ വെട്ടം കെടുത്തിക്കളയുന്ന അവസ്ഥ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അറ്റുപോയ ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങളെ ശരിപ്പെടുത്താതെ നമ്മുടെ പരിശുദ്ധ റമദാനിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. സന്തോഷത്തിന്റെ ഈ പെരുന്നാൾ സുദിനം അത്തരത്തിലുള്ള മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ചേർത്തിണക്കാനുള്ള അവസരമായി നമ്മൾ മാറ്റിയെടുക്കണം. പ്രായമായവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും.
ഒരുപാട് രോഗികളുണ്ടാകും. അതുപോലെ തന്നെ നമുക്കേറ്റവും പ്രിയപ്പെട്ടവരുണ്ടാകും. അവരെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാനുള്ള അവസരമായി ഈ സന്തോഷത്തിന്റെ പെരുന്നാൾ മാറ്റാൻ നമുക്ക് കഴിയണം. അവരെ സന്ദർശിക്കുക, സാമ്പത്തികമായി അവരെ സഹായിക്കുക, അവരെ ശാരീരികമായി സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതുപോലെ അതിഥികളെയും അയൽവാസികളെയും നമ്മുടെ കൂട്ടുകാർ, വേണ്ടപ്പെട്ടവർ, അത്തരം സൗഹൃദങ്ങളെ ചേർത്തുപിടിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല. എല്ലാവരും നമ്മുടേതായ തിരക്കുകളിലാണ്, ജോലികളിൽ വ്യാപൃതരാണ്. ബന്ധങ്ങളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഈ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, പെരുന്നാളിന്റെ ഈ സന്തോഷ ദിനം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ, നമ്മുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാൻ, ഒരു 5 മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ദൂരെയുള്ളവരാണ് എങ്കിൽ ഫോണിലൂടെ വിളിച്ച് ബന്ധം പുതുക്കാനും സന്തോഷത്തിന്റെ പെരുന്നാൾ ആശംസകൾ നൽകുവാനും നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. പലരും പല യാത്രകളും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. വിദൂര യാത്രകൾ ഉണ്ടാകാം, അടുത്തേക്കായിരിക്കാം. ശ്രദ്ധയുണ്ടാകണം. അപകടങ്ങൾ വരുത്താതെ അള്ളാഹുവിനെ ഓർക്കുന്ന യാത്രകളായി നമ്മുടെ യാത്രകൾ മാറേണ്ടതുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ സന്ദർശനം നടത്തുക എന്നതാണ്. ബന്ധങ്ങൾ പുതുക്കാൻ നമ്മൾ പ്രത്യേകം ഈ സന്തോഷത്തിന്റെ വേള ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏതവസരത്തിലും അള്ളാഹുവിനെ നമ്മൾ വിസ്മരിക്കാതിരിക്കുക. റബ്ബിനെ ഓർക്കുന്ന ഒരു ഹൃദയം എപ്പോഴും നമ്മൾ നിലനിർത്തണം. ആരാധനയുടെ ഹൃദയമായി, അള്ളാഹുവിൽ സൂക്ഷ്മതയർപ്പിക്കുന്ന, റബ്ബിന് നന്ദി കാണിക്കുന്ന സജ്ജനങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകരുത്. തീർച്ചയായും അത് പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന ചിന്ത അത് തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും നന്മയിൽ നിന്ന് ബഹുദൂരം നമ്മളെ വിട്ടുനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. കഅബാലയം കെട്ടിപ്പടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഉണ്ടാക്കുന്നത്. പ്രതിഫലം ഉറപ്പാണ്. പക്ഷേ നിർമ്മാണ ശേഷം അവർ പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്, റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അനുഷ്ഠിച്ചത് നോമ്പാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വതക ചെയ്തത്. പക്ഷേ അതെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. തിഹാമ പർവ്വതത്തോളം അമലുകളുമായി പരലോകത്ത് ചില ആളുകൾ കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, യസൂമൂന കമാ തസൂമൂൻ, സഹാബത്തെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചത് പോലെയാണ് അവരും നോമ്പ് അനുഷ്ഠിച്ചത്. യുസല്ലൂന കമാ തുസല്ലൂൻ, നിങ്ങൾ നമസ്കരിച്ചത് പോലെ തന്നെയാണ്, ശരിയായ രൂപത്തിലാണ് അവരും നമസ്കരിച്ചത്. പക്ഷെ അള്ളാഹു അവരിൽ നിന്നൊന്നും സ്വീകരിച്ചില്ല. എന്തേ കാരണം? തക്കം കിട്ടുമ്പോ ഹറാമുകളിലേക്കും അവർ കടന്നു ചെന്നു എന്നതാണ് കാരണം. അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധയുണ്ടാകണം. റമദാനിന് ശേഷം എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ തുടരുന്നുവെങ്കിൽ റമദാനിന് അർത്ഥമില്ല. റമദാനിൽ പ്രയാസപ്പെട്ട് നമസ്കരിച്ച നമസ്കാരത്തിന് അർത്ഥമില്ല. നമ്മുടെ നോമ്പ് അത് വിഫലമായി പോകും. അതുകൊണ്ട് സൂക്ഷ്മത, ശ്രദ്ധ റമദാനിന് ശേഷവും തുടരാൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഉടനീളം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ വേളയിൽ നമ്മുടെ സഹോദരന്മാർ വേദനിക്കുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുകയാണ്. അതിന്റെ ആഘാതം നമ്മുടെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും സുന്ദരമായ ശാന്തമായ ഒരന്തരീക്ഷം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിൽ കുറച്ചൊക്കെ നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നമസ്കാരം, ഖുർആൻ പാരായണം, ഞങ്ങളുടെ സ്വതക്ക, ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഇഫ്താറുകൾ, അള്ളാഹുവേ എല്ലാം ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുവേ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ, നാട്ടുകാർ, അയൽവാസികൾ, ഗുരുനാഥന്മാർ, ബർസഖിയായ ലോകം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉന്നതമായ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി കൂട്ടം കൂട്ടമായി കുടുംബസഹിതം കടന്നു ചെല്ലാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. മാറാരോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്
പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും ഒക്കെ അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണമേ. കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ആശ്വാസവും ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായൊക്കെ ജീവിതത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.